നമ്മളൊരു കാര്യം ചെയ്യാം, ഇനി നമ്മൾ പോകുന്നത് മണ്ഡല പരിചയത്തിലേക്കാണ്. ചോദ്യം ഇതാണ്, കനലാളുമോ കെടുമോ? എവിടുത്തെ കാര്യമായിരിക്കും എന്ന് സ്കെൻ ഊഹിക്കാമല്ലോ. എനിക്കത് അങ്ങോട്ട് കിട്ടുന്നില്ല. മറ്റൊരിടത്തെയും അല്ല, ആലപ്പുഴയിലെ കാര്യം. തീർച്ചയായിട്ടും 2019 LDF ജയിച്ച ഏക മണ്ഡലമായ ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ തന്നെ ഇത്തവണ ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അതും രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ കാലാവധി ബാക്കിയുള്ളപ്പോൾ. 2 വട്ടമാണ് ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാൽ ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ മുക്കും മൂലയും അദ്ദേഹത്തിന് അറിയാം. സുപരിചിതനാണ് അവിടെ. മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ BJPയുടെ വോട്ട് വിഹിതം ഗണ്യമായി ഉയർത്തിയ ചരിത്രമുള്ള മറ്റൊരാൾ കൂടി അവിടെ ഉണ്ട്, ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം മണ്ഡലത്തെ പ്രവചനാതീതമാക്കുന്നുവെന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുക്കൊച്ചിയിൽ നിരോധിച്ചിരുന്ന 1ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര വേഷമിട്ട് PT പുന്നൂസ് മത്സരിച്ച മണ്ഡലമാണ് ആലപ്പുഴ. പുന്നപ്ര വയലാറിൻ്റെ അല കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ AP ഉദയഭാനുവിനെ അന്ന് തോൽപ്പിച്ചത് ചരിത്ര ഭൂരിപക്ഷത്തിലായിരുന്നു, 76,000-ൽ പരം ഭൂരിപക്ഷം. അന്നത്തെ ചരിത്രം കടന്ന് പിന്നെ വക്കം പുരുഷോത്തമനും VM സുധീരനും KC വേണുഗോപാലും ഒക്കെ തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലമായി ആലപ്പുഴ മാറി. 7 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ ഹരിപ്പാട്, കരുനാഗപ്പള്ളി മണ്ഡലങ്ങൾ ഒഴികെ എല്ലാ സീറ്റും LDFനൊപ്പമാണ്. എന്നാൽ 1977 മുതൽ 2019 വരെ നടന്ന 12 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 8ലും വലതുപക്ഷത്തിനൊപ്പമായിരുന്നു ആലപ്പുഴ. 2019 19 സീറ്റുകളും നഷ്ടമായപ്പോൾ അന്നുയർത്തിയ പരിഹാസങ്ങൾക്ക് കനലൊരു തരിമതിയെന്നായിരുന്നു പാർട്ടിയുടെ പ്രതിരോധം. കടപുഴകാതെ കനൽത്തരിയായി AM ആരിഫ് വിജയം വരിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കുറി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. എതിരാളികൾ ഒട്ടും നിസ്സാരക്കാരുമല്ല. കണ്ണൂരുകാരനെങ്കിലും KC വേണുഗോപാൽ തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. 1996 മുതലുള്ളതാണ് ആ ഹൃദയബന്ധം. തീർച്ചയായും നല്ല ആത്മവിശ്വാസമാണ്. ഇപ്പോൾ ഇന്നോടത്തോടുകൂടി നിയോജകമണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞു. നല്ല ആത്മവിശ്വാസമാണ്. പ്രവർത്തകർ അവർ ആഞ്ഞിറങ്ങുന്നുണ്ട്. ജനങ്ങൾക്കും താല്പര്യമുണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കഴിഞ്ഞ തവണ 10,000-ൽ പരം വോട്ടിനാണ് AM ആരിഫ് UDF സ്ഥാനാർത്ഥി ഷാനിമുൾ ഉസ്മാനെ തോൽപ്പിച്ചത്. 5 വർഷത്തിനിപ്പുറം കനൽ അണഞ്ഞിട്ടില്ലെന്ന് തെളിയിച്ച് വിജയിച്ച ഏക സീറ്റ് നിലനിർത്തേണ്ട ബാധ്യത LDFനുണ്ട്. ഗ്രൗണ്ട് പൾസൊക്കെ എല്ലാം അനുകൂലമാണ്. കാരണം നമ്മൾ എത്രയോ വർഷക്കാലമായി, ഞാൻ ജില്ലാ കൗൺസിൽ മുതൽ ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നല്ലേ, 5ാമത്തെ 6ാമത്തെ ഇലക്ഷനാണ്. അപ്പോൾ എനിക്ക് ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യും, സ്മെൽ ചെയ്യാൻ പെട്ടെന്ന് പറ്റും. എക്സ്പീരിയൻസ് ഉള്ളതല്ലേ നമുക്ക്. നല്ല അനുകൂലമായ പ്രതികരണമാണ്. ശക്തിയായ BJP സ്ഥാനാർത്ഥി കൂടി എത്തിയതോടെ വലത് ക്യാമ്പുകൾക്ക് അത് വെല്ലുവിളിയായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് 5 ദിവസം വൈകിയാണ് ശോഭാ സുരേന്ദ്രൻ എത്തിയെങ്കിലും ഇപ്പോൾ നാടടച്ചുള്ള പ്രചരണമാണ്. 50,000-ൽ താഴെയായിരുന്ന വോട്ടുനില കഴിഞ്ഞ തവണ 1.87 ലക്ഷമാക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇക്കുറി വോട്ടുനില ഇരട്ടിയാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് NDA. ഇവിടെ യഥാർത്ഥ മത്സരം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന, നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ഞാനും, മറുഭാഗത്ത് കരിമണൽ കർത്തയുടെ നോക്കുകൂലി വാങ്ങിയിട്ട് ഡയറിയിൽ പേരുള്ള കരിമണൽ കർത്തയെ സംരക്ഷിക്കുന്ന ആരിഫും KC വേണുഗോപാലുമാണ്. അപ്പം ജനങ്ങൾ ചിന്തിക്കും ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത്. ആലപ്പുഴ മണ്ഡലത്തിൽ ഇക്കുറി ഏറെ നിർണായകം BJP എത്ര വോട്ട് പിടിക്കുമെന്നതാണ്. BJP വോട്ട് വിഹിതം ഉയർത്തിയാൽ അത് ഇടത് വലത് മുന്നണികളെ ദോഷമായി ബാധിക്കും. ഇക്കുറി ആലപ്പുഴയിൽ ആർക്കും ജയം അനായാസമാകില്ല. MT അധീഷിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. വിജയകുമാർ, കുഞ്ഞിപ്പാപ്പി ചോദിക്കുന്നു, നിങ്ങൾ ഏത് പാർട്ടിയാന്ന് ചോദിക്കുന്നു. അതല്ലേ ഇന്ന് പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പറഞ്ഞൊരു തമാശ, കേരൾ മേം ഗുസ്തി, ഡൽഹി മേം ദോസ്തി. ഇവിടെ ഗുസ്തി, അവിടെ ദോസ്തി. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയം പറയുന്നില്ല. നമ്മുടെ രാഷ്ട്രീയം 24 രാഷ്ട്രീയം, അത് മാത്രമേ ഉള്ളൂ. ഈ ആദം മുഹമ്മദ് പറയുന്നു, ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത പാർട്ടികളെ അഭിനന്ദിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. 24 അഭിപ്രായം. സുതാര്യമായ രാഷ്ട്രീയ സംശുദ്ധി കീപ്പ് ചെയ്യുന്ന ആളുകളോട് നമുക്ക് അനുഭവമാണ്. അതായത് പാർട്ടിക്ക് അപ്പുറമാണ് കാര്യം. അത് ആര് അങ്ങനെ ഒരു സംശുദ്ധി കാണിച്ചാലും, ട്രാൻസ്പെറൻസി ലൈഫിൽ കാണിച്ചാലും, അത് രാഷ്ട്രീയത്തിലാകട്ടെ, രാഷ്ട്രീയ ഭാഗ്യമായ മറ്റു കാര്യങ്ങളിലാകട്ടെ, വി വിൽ സ്റ്റാൻഡ് ബൈ ദം. ജീവിതമാകെ സുതാര്യമാകണം അല്ലേ? ജീവിതമേ സുതാര്യമാകണം. നമുക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, ഒളിച്ച് കളിക്കുന്നവരുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ആപ്പിലാകും.
താൽക്കാല നേട്ടം ഉണ്ടാകും, പക്ഷേ പിന്നീട് വിവരം അറിയും. എസ് കെ ഇന്ന് രാവിലെ എവിടെ മുങ്ങി എന്നൊരു ചോദിക്കുന്നുണ്ട്, അതോടെ കണ്ടില്ല. ഞാനുണ്ടായിരുന്നു അതല്ലേ, ഇവിടെ കൊച്ചിയിലുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ അത്യാവശ്യം നമുക്ക് ഈ 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ തന്നെ നെറ്റ്വർക്കിൻ്റെ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വളരെ കണക്കുകളൊക്കെ കേട്ട്, ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ബികോമിന് പോകാൻ കണക്ക് കേൾക്കണ്ടെന്ന് ചോദിച്ചായിരുന്നു. പക്ഷേ കണക്ക് മുഴുവൻ കേട്ട് വിജയശ്രീ ലാളിതനായി വന്നിരിക്കുകയാണ്. ഇപ്പോഴും ശരിക്കും പറഞ്ഞു. അല്ല, ഇപ്പൊ ശരിക്കും സുതാര്യമായി. ഡയറക്ടർ ബോർഡും ഇപ്പൊ പ്രേക്ഷകരോട് പറയുകയും ചെയ്തു. പ്രേക്ഷകർക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.